അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിന്റെ ലാസ്റ്റ് ദിവസം മാത്രമല്ല, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 2ാമത്തെ വെള്ളിയാഴ്ച രാവ് എന്തുകൊണ്ടും പോലീസുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിശുദ്ധ ദിവസമാണ്. വ്യാഴാഴ്ച ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 13ന്റെ ദിവസമാണ്. ഇന്ന് മഗ്രിബ് വാങ്ങിന് തൊട്ട് മുമ്പ് വരെ ഏതൊക്കെ ഫറള് സുന്നത്തായ മയ്യിത്ത് നിസ്കാരം ഉൾപ്പെടെ എന്തെല്ലാം നിസ്കാരങ്ങൾ നമസ്കരിക്കുന്നുണ്ടോ അതിനുശേഷം ഒരു 3 തക്ബീർ അല്ലെങ്കിൽ തക്ബീർ സുന്നത്താണ്. ആ സുന്നത്ത് ഇന്നത്തെ മഗ്രിബ് വാങ്ങോടെ തീർന്നു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ബലിപെരുന്നാളിനാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഈ പരിശുദ്ധമായ മുഖയ്യദായ തക്ബീർ, പോരിശുള്ള തക്ബീർ. അള്ളാഹു ഒരുപാട് പെരുന്നാളുകൾക്ക് നമുക്ക് ഈ തക്ബീറുകൾ ചൊല്ലാനുള്ള ആഫിയത്തും ആയുരാരോഗ്യവും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ വിഷയം ആമുഖമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ദുൽഹിജ്ജ 13 സാധാരണ അറബി മാസങ്ങളിൽ 13, 14, 15 3 ദിവസം അയ്യാമുൽ ബീദിന്റെ ദിവസമാണ്, സുന്നത്തോമ്പുള്ള ദിവസമാണ്, വെളുത്തുവാവിന്റെ ദിവസമാണ്. പക്ഷേ ഇത് ദുൽഹിജ്ജ 13 നോമ്പ് ഹറാമായ അയ്യാമു തശ്രീഖിന്റെ ദിവസം കയറി വന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ അയ്യാമുൽ ബീദിന്റെ നോമ്പ് നാളെ മുതൽ തുടങ്ങുകയാണ്. ദുൽഹിജ്ജ 14 വെള്ളിയാഴ്ച, ശനിയാഴ്ച 15, ഞായറാഴ്ച 16. 16 സാധാരണ അയ്യാമുൽ ബീദിന്റെ നോമ്പില്ല. 13, 14, 15 13ന്റെ നോമ്പ് ഇങ്ങോട്ടൊന്ന് കയറി വന്നു. അപ്പോൾ 16. അപ്പോൾ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് പ്രത്യേകം പരിഗണിച്ച് നോമ്പ് പിടിക്കാവുന്നതാണ്. ഒരുപാട് പുരുഷുള്ള നോമ്പാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഒരു നോമ്പ് പോയല്ലോ എന്ന് കരുതി പലരും സംശയം ചോദിച്ചു. അതുകൊണ്ടാണ് ഈ വിഷയം ഡിസ്കസ് ചെയ്തത്. ആ നന്മയിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ് നൽകാൻ വേണ്ടി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 4 മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നുള്ള മരണം, അപകട മരണം ഉണ്ടാവില്ല. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന കുടുംബങ്ങളിൽ പെട്ടെന്ന് മരണം സംഭവിക്കില്ല. എന്നാൽ ഈ 4 കാര്യങ്ങൾ പലതും ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്താൽ ആ കുടുംബത്തിൽ പെടുന്നതിനുള്ള മരണം നടക്കും. ആയുസ്സും വർക്കത്തുണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും വരും. അപ്പോൾ ആ 4 കാര്യങ്ങൾ എന്താ? അലി റളിയല്ലാഹു തആല അൻഹു പ്രസന്റ് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് 4 കാര്യങ്ങൾ. അസ്വദഖത്തു അലാ വജിഹിഹ, സ്വതക്ക ചെയ്യേണ്ടവർ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട നിയ്യത്തിൽ ചെയ്യേണ്ടവർക്ക് അതിൻ്റെ മര്യാദ അനുസരിച്ച് ചെയ്തു കൊടുത്താൽ. എവിടെയെങ്കിലും ആരെങ്കിലും അങ്ങനെയല്ല. സ്വതക്ക കൊടുക്കാൻ അർഹതപ്പെട്ടവർക്ക് അതിൻ്റെ മര്യാദയുടെ അർഹത മനസ്സിലാക്കിക്കൊണ്ട് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ആരും കാണണമെന്ന് മോഹമില്ല, മറ്റു ദുനിയവിയായ ആഗ്രഹങ്ങളില്ല. അതുകൊണ്ട് പടച്ചവന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്, വെറുതെ അനാവശ്യമായ സ്ഥലത്തേക്കല്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൈകാര്യം ചെയ്യുക. ഇത് വലിയൊരു നന്മയാണ്. അതോടൊപ്പം ഇസ്തിനാഉൽ മഅറൂഫ്, നന്മയുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന നല്ല കാര്യം നന്മ പറയുക, നന്മ കേൾക്കുക, നന്മയ്ക്ക് വേണ്ടി സഹായിക്കുക, നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, നന്മയുടെ ആളായിട്ട് ജീവിക്കുക, ബിർറ് ഗുണത്തിന്റെ ആളായിട്ട് ജീവിക്കുക. ഏതൊരു കാര്യം ഒരു നന്മയാണ്, അതിൽ പോയി ഒന്ന് നമ്മൾ ബന്ധപ്പെട്ടു, ആ ഒരു നന്മ എന്ന് പറയുന്നത്. അതേപോലെ 3ാമത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾ ഗുണം ചെയ്യുക. അതിന് പിന്നെ വേറെ വർത്താനല്ലല്ലോ. വാപ്പാക്ക് ഉമ്മാക്ക് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മയാണ്. അള്ളാഹുവിന് ചെയ്യുന്ന ശുക്ർ, നന്ദി. അള്ളാഹുവിന്റെ മുന്നിൽ അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞു, ഏറ്റവും മിനിമം എടുക്കാം, അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞു, പഠിച്ചോനെ നിനക്ക് സ്തുതി, നന്ദിയുടെ വാക്ക്. അത് സ്വീകരിക്കണമെങ്കിൽ ആ പറഞ്ഞയാൾ വാപ്പാനോട് ഉമ്മാനോട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇത് കബൂലാക്കുള്ളൂ. വാപ്പാക്കും ഉമ്മാക്ക് നല്ല ഗുണം ചെയ്ത് അവർക്ക് നന്ദി ചെയ്യുന്നവരാണോ ഇത് കബൂലാകും. അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ പേരെഴുതിയതുപോലെ ഒന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക അത് ഏറ്റവും വലിയ ഖൈറല്ലേ. മാതാപിതാക്കൾ ഗുണം ചെയ്യുക വലിയ നിഅമത്താണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുക, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക പരിശുദ്ധമായ ദുൽഹിജ്ജയിലല്ല, പിന്നെ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പോലും ബറാഅത്ത് രാവിൽ പോലും അവരെ തിരിഞ്ഞു നോക്കൂല അല്ലാഹു. അവിടെ പൊരുത്തം വേണം. ഉമ്മാടെ വാപ്പാടെ പൊരുത്തം ഉണ്ടെങ്കിലേ പരിശുദ്ധമായ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് കയറിപ്പോകാൻ. അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്വർഗം പ്രതീക്ഷിക്കേണ്ട. കാരണം സ്വർഗം കഅബയുടെ മുറ്റത്തല്ല, ദുൽഹിജ്ജയുടെ 10-ലല്ല, പിന്നെ അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്, നമ്മുടെ ഉമ്മമാരുടെ പാവപ്പെട്ട കാരണവന്മാരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അവരനുസരിച്ച് ജീവിച്ചാൽ, അവരെ തൃപ്തിപ്പെടുത്തി പൊരുത്തപ്പെടുത്തി അവരെ സ്നേഹിച്ച് ജീവിച്ചാൽ അൽഹംദുലില്ലാഹ് സ്വർഗം, അല്ലെങ്കിൽ പോക്കാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പം മാതാപിതാക്കൾ ഗുണം ചെയ്ത് കൊടുക്കുക. 4ാമത്തെ ഒരു കാര്യം സിലത്തുർ റഹീം, കുടുംബബന്ധം കൂടുതൽ ചേർക്കാൻ നോക്കാം. കുടുംബബന്ധം കൂടുതൽ ചേർക്കാൻ വേണ്ടി, നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അത് ഏറ്റവും വലിയ നന്മയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങൾ ഒരാളുടെ ലൈഫിൽ, ഒരു കുടുംബക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവരെ തഹബ്ബുലു സഖാഅ സഅദതൻ, അവരുടെ പരാജയത്തിൽ നിന്നും അവരുടെ പേര് മാറ്റിയിട്ട് വിജയത്തിലേക്ക് ആക്കി അള്ളാഹു രേഖപ്പെടുത്തുന്ന. ചില്ലറ പരാജയങ്ങളുണ്ട്,
വിജയിക്കാൻ സാധ്യത കുറവാണ്, ആ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷേ ഈ 4 കാര്യങ്ങളൊന്ന് കയറി കൊടുത്താലോ അള്ളാഹു പരാജയം പേര് മാറ്റിയിട്ട് വിജയത്തിലേക്ക് ചേർത്ത് കൊടുക്കും. അത് മതിയാകും വിജയിക്കാനെന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറഞ്ഞു തസീദു ഫിൽ ഉംർ. വല്ലാത്ത വർത്താനമാണ് ആ പറഞ്ഞത്. ഇത് കാതിലൂടെ കൽബിൽ കയറേണ്ട ഒരു വാക്കാണ്. തസീദു ഫിൽ ഉംർ. അവരുടെ വയസ്സിൽ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സിട്ട് കൊടുക്കും. അത്രേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് സലാമത്ത് കൊടുക്കും. ഇതിന്റെ ഓപ്പോസിറ്റോ പെട്ടെന്നുള്ള മരണം. 30 കൊല്ലം ജീവിക്കേണ്ട ആള് 3 ദിവസം ജീവിച്ചാൽ മതി എന്ന് മലക്കളോട് പറയും. റൂഹ് പിടിക്കാൻ പറയും. അത്രേ. ചില പരാമർശങ്ങൾ കാണാം. എന്തിന്? ബാപ്പാനെ ഉമ്മാനെ കുടുംബക്കാരെ വേദനിപ്പിച്ചാൽ. ഭയങ്കര വിഷയമാണത്, ഭയങ്കര വിഷയമാണ്. അപ്പോൾ ആ ഒരു മര്യാദയും ബഹുമാനവും. ഞാൻ എൻ്റെ വാപ്പാനോടും ഉമ്മാനോടും നല്ല പെരുമാറ്റാണ്. എൻ്റെ ഭാര്യയുടെ വാപ്പയും വേണ്ടല്ലോ, എൻ്റെ വാപ്പ ഉമ്മ. എൻ്റെ ഭാര്യയെ ഞാൻ ബന്ധം വേർപെടുത്തിയാൽ പോലും ഉമ്മ ഉമ്മയായിട്ട് നിലകൊള്ളുകയാണ്. ആ ഉമ്മയെ തൊട്ട ഒന്നുകൂടിയില്ല. അത്ര വലിയ ബന്ധമാണ്. ആ അത്രയും വലിയ ബന്ധമുള്ള സ്വന്തം വാപ്പാനെ പോലെ ഉമ്മാനെ പോലെ കാണേണ്ട ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചാലും വാപ്പാനെ ഉമ്മാനെ വേദനിപ്പിച്ച കൂട്ടത്തിലേക്ക് അള്ളാഹു എടുത്തു കളയും. വലിയ പ്രശ്നമാണ്. കുടുംബത്തിൽ വാപ്പാനെയും ഉമ്മാനെ നല്ല നോക്കും, നല്ല ഇതാണ്. പക്ഷേ ഭാര്യയുടെ വാപ്പാനോട് വേണ്ടിയിട്ട് 3 കൊല്ലമായി. പരാജയം ഉറപ്പാണ്. അപ്പോൾ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ആയിക്കോട്ടെ, അവരെങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തോളൂ റാഹത്തായിട്ട്. അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെയുള്ള അസ്വാസ്ഥ്യങ്ങളും പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് രൂഢമൂലമാക്കണം. പ്രത്യേകിച്ച് കുടുംബക്കാരുമായുള്ള ബന്ധം. തീർച്ചയായും നമ്മുടെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും. മാത്രമല്ല ഒരു വാക്കൂടെ പറഞ്ഞു, മോശപ്പെട്ട അവസ്ഥ, ഒരു പ്രയാസപ്പെടുന്ന അവസ്ഥ എന്ന് പടച്ചോൻ നമ്മൾ ആക്കൂലാതെ ഇന്നൊക്കെ കാവലുണ്ടാവും. ദുർമരണം ഉണ്ടാവില്ല, മോശപ്പെട്ട മരണം. പടച്ചോനെ എന്നാലും അങ്ങനെ മരിച്ചു പോയല്ലോ എന്ന് ജനങ്ങൾ പറയുന്ന മോശപ്പെട്ട അവസ്ഥയെന്ന് പടച്ചോന്റെ കാവലുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ദീർഘായുസ് വേണമെന്ന മോഹമുണ്ടെങ്കിൽ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് സലാമത്താകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഉംറിൽ, നമ്മുടെ ആയുസ്സിൽ നമ്മളെ സഹായിക്കുന്നതാണ്, ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം നമ്മൾ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ്, പോരിശുള്ള മാസമാണ്. അയ്യാമു തശ്രീഖ് വരെ ഞങ്ങൾ സൂക്ഷിച്ചു. ഇന്നത്തെ മഗ്‌രിബോട് അത് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പതുക്കെ നന്മയെന്ന് മാറാം എന്ന് നമ്മൾ പിറകോട്ട് മാറിയാൽ, ഒരു പക്ഷേ ഇബ്ലീസ് അങ്ങനെ പറയും, പിറകോട്ട് മാറാൻ പറയും. കാരണം ഇനിയും പോരിശുള്ള ദിവസം വരാം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദുൽഹിജ്ജയുടെ 2ാമത്തെ വെള്ളിയാഴ്ച ഒരു നന്മ ചെയ്താൽ ഒരുപാട് കൂലിയുണ്ടെന്ന് പറയുന്ന സ്വലാത്തിന് വല്ലാത്ത പോലീസുള്ള. അപ്പോൾ ഇന്ന് 300 സ്വലാത്ത്, ഒരു സൂറത്തുൽ ഗൗഫ്, ഒരു സൂറത്തുൽ ഫജ്ർ, കണ്ടോ? അതൊക്കെ ഒന്ന് ഓരിപ്പോയാൽ എത്ര കൂലി, അള്ളാഹു എത്ര ഹൈറാ തരാൻ പോകുന്നത്. ഇനി നമ്മത്തൊന്നും ഈ ഹൈറുകളൊന്നും മുടക്കരുത്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പെരുന്നാളും ഒരുപാട് അയ്യാമു തശ്രീഖുകളും നമ്മുടെ ആയുസ്സിൽ അള്ളാഹു കൂട്ടിത്തരട്ടെ. ഈ 4 കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അത് കെയർ ചെയ്യാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, വിജയത്തിലാക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.